ഐഫോണിൽ നല്ലൊരു ആപ്പാണ് ഈ ഖുർആൻ ഹക്കീം എന്നുള്ള ആപ്പ്. അതിൽ ക്ലിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ജുസയിലേക്കാണ് വേണ്ടത്, ജുസ് ചേഞ്ച് ആക്കാൻ തന്നെ ജുസയിലേക്ക് പോകണമെന്നുള്ള ഏറ്റവും മേലെ ജുസ് സാനിയിലപ്പോൾ രണ്ടാമത്തെ ജുസയിൽ അതിൽ ക്ലിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ജുസ് വേണോ അതിലേക്ക് പോകാം. ഇപ്പോൾ 20ാമത്തെ ജുസ് ആണെങ്കിൽ അത് ക്ലിക്കാക്കാം, ആ ജുസയിലേക്ക് എത്തി. അതുപോലെ എൻ്റെ ഇടത് സൈഡിൽ സൂറത്ത് നംലിൽ ഉള്ളത് ആ ക്ലിക്കാക്കി കഴിഞ്ഞാൽ വേറൊരു സൂറത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സൂറത്തിലേക്ക് പോകാം, സൂറത്ത് യൂനുസ്. അങ്ങനെ സൂറത്ത് ചേഞ്ച് ആക്കാം. ഇതിപ്പോൾ ആ ഓപ്ഷനൊക്കെ ഉള്ളത് അറബിയിലാണ്. അത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഏറ്റവും താഴെ മസീദ് എന്നുള്ള 3 ലൈൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്കാക്കുക. എന്നിട്ട് ലുഗത്തു തത്ബീഖ് എന്നുള്ളത് ഇപ്പോൾ അറബിയിലുള്ളത് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ മേലെ ഇംഗ്ലീഷായി മാറി. ജുസ് എന്നുള്ളത് 11 ഇംഗ്ലീഷിൽ വന്നു. അത് നമുക്ക് ഏത് ജുസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. സൂറത്തിൻ്റെ പേരുകൾ ഇംഗ്ലീഷ് വന്നു. അപ്പോൾ ആ ഓപ്ഷന് അതിലുണ്ട്. പിന്നെ നമുക്ക് ഏത് പേജിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പോൾ 208ാമത്തെ പേജ്, അതിൻ്റെ അവസാന ഭാഗം കണ്ടില്ലേ, അവസാനത്തിൽ 208, 209, ഇപ്പോൾ 210 ആ നമ്പറിൽ ക്ലിക്കാക്കി കഴിഞ്ഞാൽ ഗോ ടു പേജ് ഉണ്ട്. ഒരു 50ാമത്തെ പേജിലേക്ക് പോകണമെങ്കിൽ 50 എന്ന് ടൈപ്പ് ചെയ്യുക, ക്ലിക്കാക്കാം, 50ാമത്തെ പേജിലേക്ക് എത്തി. അതേപ്രകാരം ഏറ്റവും മുകളിൽ ഒന്ന് ടച്ച് ആക്കി കഴിഞ്ഞാൽ സെർച്ച്, ഏതെങ്കിലും ഒരു പദം ഖുർആനിൽ പദം കിട്ടണമെന്നുണ്ടെങ്കിൽ സെർച്ച് കൊടുക്കാം. ഭാഷ അറബിയാക്കുക. ഉദാഹരണത്തിനൊരു ദറജാത്ത് എന്നൊരു പദം ഖുർആനിൽ നമ്മൾ സെർച്ച് ചെയ്യാണ്. അത് 14 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അതിലേത് ആയത്തിൽ, ഏത് ആലിമ്രാനിലെ 163 ഒന്നുണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യുക, ആയത്തിലേക്ക് എത്തി. അപ്പോൾ സെർച്ചിനുള്ള ഓപ്ഷൻ. പിന്നെ ഇതിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ മുസ്ഹഫ് തഹജ്ജുദ് എന്നൊരു ഏറ്റവും മുകളിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ മുസ്ഹഫ് തഹജ്ജുദാണ്. അതെന്താ വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആനെ നമ്മൾ സ്ക്രോൾ ചെയ്യാതെ ഓട്ടോ സ്ക്രോളിംഗ് ആണ്. അതിനെന്ത് ചെയ്യുക, അത് ടിക്ക് ചെയ്യുക. അതിൻ്റെ സ്പീഡ്, സ്ക്രോളിംഗ് സ്പീഡ് 5, 7, 10, 10ാമത്തെ സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഒരു സ്പീഡിൽ ഓടുന്ന ആൾക്ക് 10 സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നീങ്ങിക്കോളും. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് ഇങ്ങനെ മൊബൈൽ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. അത് മൊബൈൽ നമ്മൾ എടുത്തിട്ട് തിരിച്ച് പിടിക്കുകയാണെങ്കിൽ വീതിയിലാക്കി റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് വലുതായി ഒന്നും കൂടി കാണാം, തിരിച്ചൊന്നും കൂടി കാണാം. ഈ റൊട്ടേറ്റ് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ടച്ച് ചെയ്തിട്ട് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക, അടിയിൽ സ്റ്റോപ്പ് ഉണ്ട്. എന്നിട്ട് അമോർ എന്നുള്ള ഓപ്ഷനിൽ പോവുക, ഏറ്റവും താഴെ. അതിൽ പോയിട്ട് രണ്ടാമത്തത് ഡിസേബിൾ സ്ക്രീൻ ലോക്ക്, അത് ഓഫാക്കി കൊടുക്കുക. ഓക്കെ, വേണ്ട എന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഓപ്ഷനിൽ മൂന്നാമത്തത്, അതിൻ്റെ തൊട്ടടുത്ത് രണ്ടാമത്തെ വരുന്നത് നൈറ്റ് റീഡിങ് മോഡാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റാണ് ഉള്ളത്. അത് ടിക്കാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡാർക്കും ടെക്സ്റ്റ് വൈറ്റായിട്ട് വരും. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ബുക്ക് മാർക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എവിടെ ഖുർആൻ ഓതിയ അടയാളം ഉണ്ടല്ലോ, അടയാളപ്പെടുത്തുന്നതാണ് ബുക്ക് മാർക്ക് എന്നുള്ളത്. അത് നമുക്കിപ്പോൾ ഏത് സൂറത്തിൽ നമ്മൾ എവിടെ എത്തി, ഇപ്പോൾ സൂറത്ത് ആലിമ്രാനാണത്, ഇതിൽ 194ാമത്തെ അവസാനത്തെ ആയത്ത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പേജാണെന്ന് ഇവിടെ എത്തിയത് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യുക ബുക്ക് മാർക്കിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചായി, ഡാർക്ക് കളറായി വന്നു. അതെവിടെ കിട്ടുക, അത് നമ്മൾ ഈ ഏറ്റവും താഴെ മൈ അക്കൗണ്ട് എന്നുള്ള പ്രൊഫൈൽ ഉണ്ടല്ലോ, അതിൽ പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ ബുക്ക് മാർക്ക്, ഫേവറേറ്റ്, നോട്ട് ഒക്കെ ഉണ്ട്. ഈ ബുക്ക് മാർക്കിൽ പോവാം. ഇപ്പോൾ നമ്മൾ സേവ് ആക്കിയത്, നമ്മളപ്പോൾ ഓതി എത്തിയത് ആലി ഇമ്രാൻ പേജ് 75ആണ്. അവിടുന്ന് വീണ്ടും നമുക്ക് പാരായണം തുടരണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ എത്തിയ സ്ഥലത്തേക്ക് പേജിലേക്ക് വന്നു. പിന്നെ നമുക്ക് തുടരാം. വീണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ബുക്ക് മാർക്ക് കൊടുക്കാം. മൈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ബുക്ക് മാർക്ക് അവിടെ വന്നു, സൂറത്ത് നിസ. ആദ്യത്തെ ആണെങ്കിൽ ക്ലോസ് ആക്കാം, എക്സ് ചിഹ്നം ഒഴിവാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതാണ് ഓതി പാരായണം അടയാളപ്പെടുത്തുന്നത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ അതിലുള്ളത് ഷെയർ ബട്ടൺ കണ്ട, അത് സേവ് ചെയ്യാൻ, സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ഈ പേജ് മൊത്തത്തിൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ
ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗാലറിക്ക് സേവ് ആക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാം. ഹിഫ്ള് സൂറ എന്നുള്ള ക്ലിക്കാക്കി നമ്മൾ ഗാലറി സേവ് ആകും. നസ്ഖ് എന്ന് പറഞ്ഞാൽ കോപ്പി എടുത്ത് വേറെ എടുക്കാൻ പേസ്റ്റ് ചെയ്യാൻ പറ്റും ആ പിക്ചർ. പിന്നെ അതിൻ്റെ ഓപ്ഷനിലെ അവസാനത്തിലെ ലൈബ്രറിയാണ്. ലൈബ്രറിയിൽ പിന്നെ അറബിക്ക് തഫ്സീറുകളാണ്. അതിനടുത്തുള്ളത് ഖത്മാണ്. ഖുർആൻ ഖത്തം തീർക്കാനുള്ളൊരു സഹായമായിട്ട്, അതായത് അതിൽ ക്ലിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലാണ് ഖത്തം തീർക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഏറ്റവും ന്യൂ ഖത്തമ എന്നുള്ള ഏറ്റവും താഴെ കണ്ടില്ലേ, ന്യൂ ഖത്തമ, അതിൽ യെസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര രീതിയിലാണ് ഖത്തം തീർക്കുന്ന ആളുകൾ, ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഖത്തം തീർക്കണമെങ്കിൽ കണ്ടില്ലേ 10 ജുസ് ഒരു ദിവസം പാരായണം ചെയ്യണം. 6 ദിവസമാണെങ്കിൽ 5 ജുസ് പാരായണം ചെയ്യണം. അങ്ങനെ പോയിട്ട് നമുക്കിപ്പോൾ നോർമൽ ഒരാളുകൾക്ക് ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യുന്ന ആളുകളാണെങ്കിൽ 30 ഖത്തമ 30 ഡേ, അപ്പോൾ ഡെയിലി ജുസ് ആണ്, ഒരു ജുസ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക ഉദാഹരണത്തിന്. അത് നമുക്ക് റിമൈൻഡർ അലാറായിട്ട് നമുക്ക് റിമൈൻഡർ വെക്കാം. നമ്മൾ വൈകുന്നേരം ഒരു 7 മണിക്കാണ്, മഗ്‌രിബിന് ശേഷമാണ് ഓതുന്നത് എഴുതുക. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. സബാഹ് മസ, മോർണിംഗ് ഈവനിങ് ആണെങ്കിൽ, വൈകുന്നേരം ആണെങ്കിൽ അങ്ങനെ. എന്നിട്ട് ക്രിയേറ്റ് അടിയിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ അവിടെ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ 141 വരെയാണ് ഒന്നാമത്തെ ജുസ്. അത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് എന്നുള്ളതിൽ ഒന്ന് ടിക്കാക്കുക. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഒരു ജുസ് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വീണ്ടും 2 ജുസ് ഇപ്പോൾ അതിൽ കണ്ടില്ല ഫ്രം ടു വേറെ ആയത്ത് മാറുന്നുണ്ട്, വീണ്ടും കൂടുക. അങ്ങനെ നമുക്ക് എത്രത്തോളം എത്തി, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തിയത് നമുക്കതാ 30 ജുസായെങ്കിൽ നമുക്ക് ഇങ്ങനെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അത് ഡെയിലി നമുക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തും ചെയ്യും. ഇപ്പോൾ ലാസ്റ്റ് എത്തിയ സൂറത്തുൽ കഹ്ഫ്, അതിൽ ടിക്കാക്കി കഴിഞ്ഞാൽ കഹ്ഫിലേക്ക് എത്തി. അതാണ് ഖത്തം തീർക്കാനുള്ള ഒരു സഹായി, റിമൈൻഡർ. പിന്നെ ഇതിൽ വരുന്നത് റെസിറ്റേഷൻ, നമുക്ക് ഖുർആൻ പാരായണം സൗണ്ട് പ്ലേ ചെയ്യാനാണ്. അതിൽ ടിക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആരാണ് വേണ്ടത്, ഖാരി ആരാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ നമ്മളുണ്ടായിരുന്നത് അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ളത് അത് പ്ലേ ആകും. ഇത് തിലാവ, ഏറ്റവും മേലെ കണ്ട തിലാവയാണ്, പാരായണം. തഹ്ഫീസ് ഉണ്ട്, ഹിഫ്ളാക്കുന്ന ഓപ്ഷന്. അത് നമുക്ക് ഇവിടെ പല ഓപ്ഷനുകളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ആളെ സെലക്ട് ചെയ്യുക, മേലെ ആയത്തോളം. ഇപ്പോൾ 62ാമത്തെ ആയത്തിലാണ്. ഉദാഹരണത്തിന് നമുക്ക് കഹ്ഫ് എന്നുള്ളത് മാറ്റി ചെറിയൊരു സൂറത്തിലേക്ക് പോകാം. അവസാനം വരുന്ന ഒരു ചെറിയ സൂറത്തിലേക്ക് നമ്മൾ പോകുകയെന്ന് കരുതുക, സൂറത്തു അലഖ്. അത് നമുക്ക് ഫ്രം വേഴ്സ് കണ്ട എത്രാമത്തെ ആയത്ത് മുതൽ, നമുക്കൊരു ഉദാഹരണത്തിനൊരു 4ാമത്തെ ആയത്ത് മുതൽ ടു, അതിൽ ടോട്ടൽ 19 ആയത്തുണ്ട്. നമുക്കൊരു 4 മുതൽ ഒരു 8 വരെയുള്ള ആയത്ത് നമുക്ക് കേൾക്കണമെന്ന് കരുതുക. അത് അതിൻ്റെ അടിയിൽ റിപ്പീറ്റേഷൻ കണ്ടോ, വൺസ്, ഒരു തവണ ആയത്ത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 3 തവണ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അവിടെ പ്ലേ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ 4 മുതൽ 8 വരെ ആയത്ത് 3 തവണ, ഓരോ ആയത്ത് 3 തവണ പാരായണം ചെയ്യും. الذي علم بالقلم الذي علم بالقلم الذي علم بالقلم علم الإنسان. പോയി. ഇനി നമുക്കിത് ഒരു ആയത്ത് സെപ്പറേറ്റ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ ആയത്ത് റിപ്പീറ്റിങ് വേണ്ട, മൊത്തത്തിൽ നമ്മൾ കൊടുത്ത ഭാഗം മുഴുവൻ 4 മുതൽ 8 വരെ മൊത്തത്തിൽ 50 നമുക്ക് റിപ്പീറ്റിംഗ് വരണമെങ്കിൽ ഈ റിപ്പീറ്റിംഗ് ഇവിടെ കൊടുക്കുക. ഈ റേഞ്ചിൽ റിപ്പീറ്റ് നമുക്ക് 2 പ്രാവശ്യം 5 പ്രാവശ്യമോ 3 പ്രാവശ്യം എത്ര വേണമെങ്കിൽ. ഇപ്പോൾ ഹിഫ്ളാക്കുന്ന ആളുകൾ കേട്ട് ഹിഫ്ളാക്കേണ്ടവർക്ക് അത് ചെയ്യാൻ പറ്റും. എന്നിട്ട് പ്ലേ 8ാമത്തെ ആയത്ത് വരെ പാരായണം ചെയ്തിട്ട് അത് 8ാമത്തെ ആയത്ത് മുതൽ തുടങ്ങിയിട്ട് 4 മുതൽ തുടങ്ങിയിട്ട് 8 വരെ അങ്ങനെ പാരായണം ചെയ്തോളാം. നമുക്കവിടെ മാറ്റി കൊടുക്കാം. ഈ ഒരു ഓപ്ഷൻ ആ പാരായണത്തിൽ തിലാവയും ഹിഫ്ളും 2 ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ആയത്ത് സെപ്പറേറ്റ് നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കണം എന്ന് കരുതുക. അപ്പോൾ ഉദാഹരണത്തിന് ആയത്തിൽ ടച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിൽ ആയത്ത് മാത്രം പാരായണം കേൾക്കണമെങ്കിൽ, പ്ലേ ആക്കണമെങ്കിൽ ആ റെസിറ്റേഷൻ എന്നുള്ള ഓപ്ഷൻ. ആ ആയത്തുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു നോട്ട്സ് ആക്കി നമുക്ക് സേവ് ആക്കണമെങ്കിൽ നോട്ട് എന്നുള്ള ഓപ്ഷൻ.
ബുക്ക് മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. ആദ്യത്തെ ബുക്ക് മാർക്കാണെങ്കിൽ അതുണ്ട്. ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ കണ്ടില്ലേ, സ്റ്റാർ എന്നുള്ള ആ ഫേവറേറ്റ് ക്ലിക്കാക്കാൽ അതേമാതിരി എൻ്റെ അടുത്ത് തൊട്ടടുത്ത് ഷെയർ ഉണ്ട്. ആ ആയത്ത് നമുക്ക് ആർക്കും ടെസ്റ്റായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യണമെങ്കിലൊക്കെ പറ്റും. അപ്പോൾ ഇതെവിടെ ഉണ്ടാകുക ഈ ചെയ്ത ഓപ്ഷനുകൾ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മൈ അക്കൗണ്ടിൽ പോവുക, അവിടെ പോയിട്ട് ബുക്ക് മാർക്ക് ഇവിടെ ഉണ്ട്, അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഫേവറേറ്റ് ഉണ്ടോ, നമ്മൾ ഫേവറേറ്റ് ആക്കി വെച്ച ആയത്ത്. ഇനി അതേപോലെ തൊട്ടപ്പുറത്ത് നോട്ട്, ഏതൊരു ആയത്തിന് നമ്മൾ നോട്ട് കൊടുത്തുകണമെങ്കിൽ തഫ്സീറിലോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ടാക്കി നമുക്ക് വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഫേവറേറ്റ് ആക്കി ആയത്തിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആയത്തിലേക്ക് എത്തി. ഇതാണ് ഫേവറേറ്റ്. പിന്നെ നമ്മൾ പേജ് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങോട്ട് നീക്കുന്നത് ഓപ്ഷനാണുള്ളത്. അത് നമുക്ക് മേലോട്ടും താഴോട്ടും ആക്കണമെങ്കിൽ മോറിൽ പോവുക, പേജ് സ്ക്രോളിങ് കണ്ടോ നാലാമത്തെ ഓപ്ഷൻ, അതിൽ മേലെ താഴെ എന്നുള്ള അതിൽ ക്ലിക്കാക്കുക. അപ്പോൾ അതാണ് മേലോട്ടാണ്. മോറിൽ പോയിട്ട് പിന്നെ അതിൽ വരുന്നത് ഒന്നുള്ളത് പേജ് സ്ലൈഡ് റൈറ്റ് ലെഫ്റ്റ് അല്ലേ, ബോർഡർ കണ്ടോ, മൂന്നാമത്തെ ബോർഡർ എന്നുള്ളത്. ആ ബോർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നമ്മൾ പേജിന് ബോർഡർ വന്നു മുസ്തഫിലുള്ളത് പോലെ. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് ചെറുതായി. ഇനി ആ ഓപ്ഷനിലെ ബോർഡർ ഒഴിവാക്കി കഴിഞ്ഞാൽ പേജ് ഒന്ന് വലുതായി. ആ ബോർഡർ പോയി ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വലുതായി. ആ ഓപ്ഷന് അതിലുണ്ട്. പിന്നെ ഒരു ഓപ്ഷനും കൂടി അതിൽ കാണുന്നത് മോറിൽ പോയിട്ട് ഖുർആനിക് അലാറം എന്നത് കണ്ടോ. ഖുർആനിക് അലാറത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചില സൂറത്ത് ഇന്ന ദിവസം പാരായണം, ഇപ്പോൾ ഉദാഹരണം സൂറത്തുൽ കഹ്ഫ് നമുക്ക് പാരായണം ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈം എപ്പോഴാണോ, നമുക്ക് ഉദാഹരണത്തിന് വെള്ളിയാഴ്ചയാണ് പാരായണം എവരി ഫ്രൈഡേ എങ്കിൽ അതിൻ്റെ ടൈം കൊടുക്കുക. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണെങ്കിൽ ആ ടൈം കൊടുത്തിട്ട് ഓണാക്കിയിട്ടാൽ ഡെയിലി ആ 10 മണിയാകുമ്പോൾ നമുക്ക് റിമൈൻഡർ വരും. ഡെയിലി ദിക്റുകൾ വേണമെന്നുണ്ടെങ്കിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ദിക്റുകൾ ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് രാവിലെ ദിക്റ് വൈകുന്നേരം ദിക്റൊക്കെ പറ്റും. ഇനി അടിയിൽ പ്ലസ് വട്ടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അധ്യാപകൻ ഡെയിലി ഓതി കൊടുക്കാണ്ടെന്ന് കരുതാം. അപ്പോൾ അലാറം ടൈറ്റിൽ ഇപ്പോൾ ഡെയിലി നമ്മൾ ഡെയിലി റെസിറ്റേഷൻ കൊടുക്കാം. ഡെയിലി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്, അതിൽ ഡെയിലി ഹിഫ്ളുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് അത് എപ്പോഴൊക്കെ എത്ര റിപ്പീറ്റ് എല്ലാ ദിവസവും വേണോ അതല്ലോ ഏത് ദിവസങ്ങളുള്ളെങ്കിൽ അങ്ങനെ ഡെയിലി ഏതെങ്കിലും പ്രത്യേക സൂറത്തുണ്ടെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ സൂറത്ത് പ്രത്യേകം കൊടുക്കാതെ അങ്ങനെ ഏതാ സമയം എന്നുണ്ടെങ്കിൽ സമയം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ക്രിയേറ്റ് എന്ന് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ അലാറം ആ ടൈം ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ വരും. അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷനുകളും ഈ ഒരു ആപ്പിൽ കാണുന്നുണ്ട്.